ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഹെൽത്തിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജാമിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ മക്കൾക്കൊക്കെ ജാമൊക്കെ കടയിൽ നിന്നൊക്കെ മേടിച്ചില്ലേ കൊടുക്കാറുള്ളത്. അതിനകത്ത് എന്തൊക്കെ മായം ചേർക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഇതങ്ങനെയല്ല. നല്ല ഹെൽത്തി ആയിട്ട് ഒരു മായവും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ വേഗം തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. അതുപോലെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ. ഞാൻ ഈ ജാം തയ്യാറാക്കുന്നത് പൈനാപ്പിൾ കൊണ്ടാണ്. അതാ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ളൊരു പൈനാപ്പിൾ നല്ലവണ്ണം പഴുത്താണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി നമുക്കൊന്ന് അരച്ചെടുക്കാം. പൈനാപ്പിൾ ചെറിയ പീസായി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒരു തുള്ളി വെള്ളമൊന്നും ചേർക്കാതാണ് ഇത് ഞാൻ ഈ ഒരു പരുവത്തിനൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ചൂടുകട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം മധുരത്തിന് വേണ്ട പഞ്ചസാര, ഞാനിവിടെ ഒരു 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയോ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റൗ കത്തിച്ച് അടുപ്പിലിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് ചെറിയ തിള വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു മുകൾ ഭാഗത്ത് ചെറിയൊരു പത പോലെ ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അത് നമുക്കങ്ങ് കോരിക്കളയാവുന്നതാണ്. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു തിള ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളിതിനകത്തൊരു ചേർത്ത് കൊടുക്കുന്നത് അരമുറി നാരങ്ങ നീരാണ്. നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് അത്യാവശ്യം ഒരു തിളയൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് പൈനാപ്പിൾ എസൻസാണ്. നമ്മുടെ പൈനാപ്പിളിന് പൊതുവെ നല്ലൊരു മണമുണ്ട്. അത് ഏകദേശം നാച്ചുറലായിട്ടുള്ള മണമാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു മണം അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ ഈ പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പൈനാപ്പിളിൻ്റെ ഒരു സ്മെല്ല് കുറച്ച് ദിവസം നമുക്ക് കാണാം. കുപ്പിയുടെ അടപ്പൊക്കെ ഇങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണം നമുക്ക് അനുഭവപ്പെടും. ഒരു 2-3 തുള്ളി പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് കറക്റ്റ് പരുവാകണമെന്ന് എങ്ങനെ അറിയാം. അലുവയുടെയൊക്കെ അത്ര അങ്ങോട്ട് വഴറ്റിയെടുക്കണ്ട. നമ്മളിങ്ങനെ തവിയലിങ്ങനെ കോരി എടുക്കുമ്പോൾ ലെയറായിട്ടിങ്ങനെ ഒരു വീഴുന്ന ഒരു പരുവുണ്ടല്ലോ. നമുക്കിത് കറക്റ്റ് പാകം അറിയണമെങ്കിൽ നമ്മൾ ചെറിയൊരു ബൗളിനകത്ത് ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു തുള്ളി ഇങ്ങനെ ഇറ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ പെട്ടെന്ന് അലിഞ്ഞു പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു പാകമായിട്ടില്ല. അത് കട്ടിയായിട്ട് ചെറിയൊരു കട്ടിയായിട്ട് കിടക്കുകയാണെങ്കിൽ കറക്റ്റ് ജാമിൻ്റെ പരുവാകും. ഇവിടെ ഇപ്പോൾ ഇതാ ആ ഒരു പരുവായിട്ടില്ല. കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി അത്യാവശ്യം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായി നമുക്കൊന്ന് നോക്കാം. ഞാൻ അത് കുറച്ച് വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് അപ്പം നമുക്ക് നോക്കി അടിക്ക് നോക്കുമ്പോൾ പറയാം ഇങ്ങനെ കട്ടിക്ക് ഇങ്ങനെ കിടക്കുന്നത് ആ ഒരു പരുവം മതി. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഇത് കുറുകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ജാമെല്ലാം തണുത്തതിന് ശേഷം ഇതുപോലൊരു ഗ്ലാസ് ജാറിൽ ഒരു തുള്ളി വെള്ളമയം പോലും കാണില്ലേ ഈ ഗ്ലാസ് ജാറിനകത്ത്. അതിനുശേഷം ഇതിനകത്തോട്ട് കോരി ഒഴിച്ച് നമുക്ക് ഏകദേശം ഒരു 2 ആഴ്ചയോളം നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ഒരു ശകലം പോലും കേടാകില്ല. ഈ ഒരു ജാമിനകത്തോട്ട് നമ്മൾ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. കറക്റ്റ് നാച്ചുറലായിട്ടുള്ള ആ ഒരു പൈനാപ്പിളിൻ്റെ അതേ കളർ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ കളറിനകത്തോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു പൈനാപ്പിൾ ജാം ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ബ്രെഡിനകത്തൊക്കെ ഇതങ്ങോട്ട് പുരട്ടി കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ജാമിൻ്റെ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.